ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ? ഞാനൊരു മോർണിംഗ് റൂട്ടീൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ടൈം ഒരു 9:15 സമയമായി കാണും കേട്ടോ. ഞാൻ ആ സമയത്താണ് എഴുതിച്ചത്. ഇന്ന് ഇവിടെ ഇക്ക ഇല്ലായിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്ക് ലേറ്റായിട്ട് എഴുതിച്ചാൽ മതി. ഇക്കോണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ എഴുതിക്കും. ഞാനൊരു 7 മണിക്ക് എഴുതിച്ച്. പിന്നെ എനിക്ക് ഒട്ടും വയ്യ. എന്നാലും നൈറ്റ് ഞാൻ ലേറ്റായിട്ടാണ് കിടന്നത്. കാര്യം ഇക്ക വരുമെന്ന് വിചാരിച്ചിട്ട് ഇക്ക പിന്നെ വന്നില്ല. ഒരു 1-1:30 ആയപ്പോഴാണ് വിളിച്ച് പറഞ്ഞ് വരൂലെന്ന്. അപ്പോൾ പിന്നെ ഞാൻ ലേറ്റായിട്ടാണ് കിടന്നുറങ്ങിയത്. അങ്ങനെ പിന്നെ അപ്പം ഇപ്പം എഴുതിച്ച്. അപ്പം നമുക്കിനി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. എനിക്ക് നല്ല രീതിക്ക് വിശക്കുന്നുണ്ട്. രാവിലെ എഴുതിച്ച ഉടനെ ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നുണ്ടെങ്കിൽ പാടാണ്. പിന്നെ തലകറക്കമൊക്കെ വരും. ഫ്രഷൊക്കെ ആയി. അപ്പോൾ നമുക്ക് പോയി ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അമ്മ ഇവിടെ ഇല്ല കേട്ടോ. അമ്മ നമുക്കൊരു മെസ്സുണ്ട്. എന്നുവെച്ചാൽ ഫുഡ് ഇങ്ങനെ കൊടുക്കണം, അതിൻ്റെ ഒരു ബിസിനസ്സാണ് അമ്മയ്ക്ക്. അപ്പം അമ്മ രാവിലെ ഫുഡും കൊണ്ട് ഇങ്ങനെ ഹോസ്റ്റലിലും പി ജിയിലും നമുക്ക് നമ്മളെ ക്ലയൻസിനൊക്കെ കൊണ്ട് ഫുഡൊക്കെ കൊടുക്കും. അപ്പം അമ്മ അങ്ങ് രാവിലെ അങ്ങ് പോയി. രാവിലെ പോയെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് നേരം മുന്നേ. അപ്പം അമ്മ പോയിട്ടുണ്ട്. അപ്പം ഇന്നിവിടെ പുട്ടാണ് കേട്ടോ. ഈ ഇടയ്ക്ക് ഞാൻ ഒരു വാട്ട കിട്ടുന്ന അന്നും പുട്ടായിരുന്നു. മെനിങ്ങാണെന്ന് തോന്നുന്നു. ഇന്നിവിടെ പുട്ടുണ്ട്, ദോശയുണ്ട് എനിക്ക്. പിന്നെ ഞാൻ പുട്ട് തന്നെ. അപ്പം അമ്മ ഇവിടെ പുട്ട് അവിച്ച് വെച്ചിട്ട് പോയിട്ടുണ്ട്. പുട്ട് എനിക്കും കൂടെ ഉണ്ടാക്കി വെച്ചിട്ട് പോകും. കാര്യം ഞാൻ രാവിലെ എഴുതിച്ചില്ലല്ലോ ഇന്ന്. അല്ലെങ്കിലും എനിക്ക് വേണ്ടി ഉണ്ടാക്കും കേട്ടോ. അപ്പം നമുക്ക് രാവിലെ പുട്ട് കഴിക്കാം. ഞാൻ ഒരു കഷ്ണം പുട്ടേ എടുക്കുള്ളൂ കേട്ടോ. ഇത് കഴിച്ചിട്ടേ എടുക്കുള്ളൂ. ഒരു കഷ്ണം പുട്ട് കഴിച്ചിട്ട് വിശക്കണമെങ്കിൽ ഇനി എടുക്കും. അപ്പം ഇവിടെ കടലക്കറിയാണ് ഇന്ന് പുട്ടിന്. പുട്ടും കടലക്കറിയും കഴിക്കാം നമുക്ക്. മുട്ടയും കൂടെ എടുക്കാം. ഞാൻ ഇപ്പം മുട്ട കഴിക്കും. ഇടയ്ക്ക് കഴിക്കൂലായിരുന്നു. പിന്നെ ഇപ്പം കഴിക്കും. മുട്ട കഴിക്കുന്നത് നല്ലതാണെന്ന് പറയും. ഇന്നൊരു കോഫിയും കൂടെ ഇടാം കേട്ടോ. കാര്യം ഞാൻ പറഞ്ഞില്ലേ രാവിലെ ഇന്ന് വലിയ ആക്റ്റീവ് ഇല്ല എന്നൊക്കെ. അപ്പം പിന്നെ ഒരു കോഫി ഇട്ട് കുടിക്കാമെന്ന് വിചാരിച്ച്. അപ്പം കുറച്ച് ആക്റ്റീവ് ആവുമല്ലോ. ഞാൻ അങ്ങനെ ഇപ്പം കോഫി കുടിക്കാറില്ല. കാര്യം നല്ലതല്ലെന്ന് പറയും. പിന്നെ പക്ഷെ നമ്മൾ ഡോക്ടറിനെ ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല കുഴപ്പമില്ല, കോഫിയൊക്കെ കുടിക്കാം, ഒരു അളവിൽ കുടിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കൊതി വരുമ്പോൾ മാത്രമേ കുടിക്കുള്ളൂ. എനിക്ക് ബ്രൂവിൻ്റെ കോഫിയേക്കാൾ ഇഷ്ടം 3-in-1 കോഫിയാണ്. അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടം. കുറച്ചും കൂടെ ടേസ്റ്റ് ആ ബ്രൂവിൻ്റെ കോഫിയെക്കാളിലും ഇതിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടെ ക്രീം. ഞാൻ ഇപ്പം യൂസ് ചെയ്യണത് ഈ ഒരു കോഫിയുടെ മിക്സാണ്. ലുലു എന്നാണെന്ന് തോന്നുന്നത്. പിന്നെ ഈ കത്തിയൊന്നും കണ്ടില്ല, കൈ വെച്ച് തന്നെ പൊടിച്ചു. പക്ഷെ ഇതിൽ കുറച്ചും കൂടെ പൗഡറുണ്ട്. മറ്റേതിൽ പൗഡർ കുറച്ച് കുറവാണ്. എനിക്ക് തോന്നുന്നു 2 പേർക്ക് ഇടാൻ പറ്റിയതുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് ആ ഒരു ഫുള്ള് ടേസ്റ്റ് കിട്ടില്ല 2 പേർക്ക് നമ്മൾ ഇട്ടാലേ. കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു ടെക്സ്ചറിലാണ് ഇതിരിക്കുന്നത്. ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ പാൽപ്പൊടിയൊക്കെ നമ്മൾ വെറുതെ കഴിക്കില്ലേ, അതേപോലെ ഒരു ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ശരിക്കണല്ല, ഈ കോഫി മൊത്തം കഴിക്കും. ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കോഫി റെഡിയായി. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യും. അങ്ങനെ ഞാൻ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ പരിപാടിയൊന്നുമില്ല. ഇനി കുറച്ചു നേരം നടക്കണം. അത് എൻ്റെ ഒരു എനർജി അനുസരിച്ചാണ് ഇരിക്കണം. ഞാൻ ചിലപ്പോൾ 1 മണിക്കൂർ നടക്കും, ചിലപ്പോൾ 10 മിനിറ്റ് നടക്കും, ചിലപ്പോൾ ഒരു 5 മിനിറ്റ് നടക്കുകയുള്ളൂ. അതൊക്കെ എൻ്റെ ഒരു എനർജി അനുസരിച്ചാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ വലിയ എനർജി ഇല്ല. ഇന്ന് നടക്കണോ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കണം. ഇങ്ങനെ കോഫി ഇനിയും കുടിക്കാറുണ്ട്. കോഫി ഇതുവരെ കുടിച്ച് തീർന്നില്ല. ഇനിയുണ്ട് കോഫി കുടിക്കാൻ. കോഫിയിൽ കുറച്ച് കയ്പുണ്ട്. ഞാൻ ഷുഗർ ഇട്ടില്ല. അതിൽ ഷുഗർ ഉണ്ട്, എന്നാലും എനിക്ക് ആ മധുരം പോരാ. കുറച്ചും കൂടെ മധുരം വേണം. അമ്മ വന്നെന്ന് തോന്നണം. ഗേറ്റിൻ്റെ സൗണ്ട് ആയിരുന്നു. ഞാൻ പോയി തുറന്നൊക്കെ കൊടുത്തിട്ട് വരാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം മോർണിംഗ് റൂട്ടീൻ ഇത്രയൊക്കെ ഉള്ളൂ. വേറെ ഇനി എൻ്റെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഓരോ ദിവസം ചിലപ്പോൾ ഓരോ രീതിയായിരിക്കും. ഇന്ന് ഇത്രയേ ഉള്ളൂ. ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ, ചിലപ്പം കുറച്ചുകൂടെ ഇപ്പം നല്ല ആക്റ്റീവൊക്കെ ആണ്, നല്ല എനർജിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചും കൂടെ നേരത്തെ ആയിരിക്കും. കുറച്ചൊക്കെ അമ്മയെ ഹെൽപ്പ് ചെയ്യും, തൂക്കും, അങ്ങനത്തെ ജോലിയൊക്കെ ചെയ്യും. പക്ഷെ ഇന്ന് എനിക്ക് വയ്യ. ഇന്നെനിക്ക് സംസാരിക്കുമ്പോഴേ ഒരു കിതപ്പ് പോലെ, ശ്വാസം മുട്ട് പോലെയൊക്കെ ഉണ്ട്. വയ്യ. അപ്പോൾ പിന്നെ ഇന്നിനി പോയി കുറച്ചു നേരം കഴിയുമ്പോൾ കുറച്ച് നടന്നിട്ട് പോയി കിടക്കും. അത്രയേ ഉള്ളൂ. ഇനി ഞാൻ സ്ഥിരമായിട്ട് വീഡിയോസൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്.
ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാം, ഇൻഷാ അല്ലാഹ്. ഇടണമെന്ന് വിചാരിക്കണമുണ്ട്. ഇടാൻ പറ്റുകയാണെങ്കിൽ വെച്ചാൽ ഇടാം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.